ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള വാശിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്. BJPയെയും CPMനെയും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളാണ് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ വിശേഷണം ഞാനൊന്ന് മാറ്റുകയാണ്. പരസ്പരം പരിപോഷിപ്പിക്കുന്ന ഒക്കച്ചങ്ങാതിമാരായിട്ടാണ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നത്. BJPക്ക് പറയാൻ കഴിയാത്തത് മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് BJP പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് 2016 മുതൽ കേരളത്തിൽ BJPക്ക് കളം പിടിക്കാൻ അവസരം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചത് CPMന്റെയും ഇടതുമുന്നണിയുടെയും സഹായത്തോടെയായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒന്ന് CPMന്റെ ഭരണത്തിലുണ്ടായ ഗുരുതരമായ അഴിമതിയും കൊള്ളയും കൊണ്ടാണ്. രണ്ട്, BJP ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് CPM തന്നെയായിരുന്നു. ഇനിയും BJPക്ക് കുറച്ച് MLAമാരെ കൂടി കൊടുത്ത് താൻ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. നരേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയന്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.